മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാനായി സച്ചിയും രേവതിയും റെഡിയായി വന്നിരിക്കുകയാണ്. എത്ര മണിക്കാണ് ബസ് എന്ന് അച്ഛൻ ചോദിക്കുമ്പോ 1 മണിക്കാണച്ചായെന്ന് സച്ചി പറയുന്നുണ്ട്. രേവതി ആദ്യമായിട്ടാണ് പുറത്തൊക്കെ മാറി നിൽക്കുന്നത്. അവള് നിന്നെ വിശ്വസിച്ചാ വരുന്നത്. അവളെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടു പോകണം, വഴക്കൊന്നും അടിക്കരുത് എന്നൊക്കെ അച്ഛൻ സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനല്ലേ അച്ഛ, ഇവളാണ് എന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്ക് പറയുന്നത്. അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ച് രേവതി വന്നപ്പോ അച്ഛൻ അവരെ തടഞ്ഞു നിർത്തുകയാണ്. നീയാണ് അവളെ നോക്കേണ്ടത്, മനസ്സിലായോടാ നിനക്ക്? അങ്ങനെ അച്ഛൻ പറയുമ്പോ ശരിയെന്ന് പറഞ്ഞ് സച്ചി പുറത്തേക്ക് വരുന്നുണ്ട്. രേവതി അച്ഛനോട് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അച്ഛ, പാൽ പാക്കറ്റ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അച്ഛൻ വെയിലത്ത് പുറത്തേക്കൊന്നും പോവണ്ട, അച്ഛന്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തു വെച്ചു, പിന്നെ കണ്ണട ആ ബോക്സിലുണ്ട് എന്നൊക്കെ രേവതി അച്ഛനെ പറഞ്ഞേൽപ്പിക്കുകയാണ്. അച്ഛനോട് രേവതിക്കുള്ള കെയറിംഗ് ഒക്കെ കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് സച്ചി. അച്ഛനോട് യാത്ര പറഞ്ഞ് സച്ചിയും രേവതിയും കാറിലേക്ക് കയറുകയാണ്. രേവതി സച്ചിയുടെ അടുത്ത് ഇരിക്കാത്തത് കണ്ട് അച്ഛൻ അവളോട് അവിടെയല്ല മോൾ ഇരിക്കേണ്ടത്, സച്ചിയുടെ അടുത്താണ്, പിന്നെ നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയായിട്ട് പോയിട്ട് വാ എന്നൊക്കെ പറയുകയാണ് അച്ഛൻ. അങ്ങനെ രേവതി സച്ചിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. ഉടനെ അച്ഛൻ മുത്തശ്ശിയെ കോൾ ചെയ്തിട്ട് അവര് പുറപ്പെട്ട വിവരം മുത്തശ്ശിയെ അറിയിക്കുകയാണ്. അവര് തമ്മില് വലിയ ഇണക്കമൊന്നുമില്ല എന്ന് അച്ഛൻ പറയുമ്പോ നീ വിഷമിക്കണ്ടടാ, അവരിവിടെ 2 ദിവസം താമസിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേ രണ്ടുപേരും ഒന്നായിട്ടുണ്ടാവും, നീ നോക്കിക്കോ എന്നൊക്കെ മുത്തശ്ശി വാക്ക് കൊടുക്കുന്നുണ്ട്. റോഡിൽ വെച്ച് അനിയത്തിയെ കണ്ട രേവതി കാറ് നിർത്താൻ പറയുന്നുണ്ട്. രേവതി കാറിന്റെ ഡോറ് പിടിച്ചു വലിക്കുന്നത് കണ്ട് സച്ചി നിക്ക്, ഇങ്ങനെ ഡോർ ഉടക്കാതെ, ഞാൻ ഡോറ് തുറന്നു തരാം എന്ന് പറഞ്ഞ് അത് തുറന്നു കൊടുക്കുകയാണ്. ശേഷം രേവതിയോട് സൂക്ഷിച്ച് റോഡ് ക്രോസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ രേവതി സിസ്റ്ററിന്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. ജോളിയായിട്ട് ചേച്ചി ഹണിമൂണിന് പോയിട്ട് വാ എന്ന് അവള് പറയുമ്പോ ഇതൊന്നും അല്ലടി, മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകുന്നതാണ്, പിന്നെ സച്ചിയുടെ കൂടെ പോവാൻ എനിക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ രേവതി മറുപടി കൊടുക്കുകയാണ്. എന്തിനാ ചേച്ചി പേടിക്കുന്നേ? സച്ചിയേട്ടൻ ചേച്ചിയെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല, ധൈര്യമായിട്ട് പോയിട്ട് വാ ചേച്ചി എന്നൊക്കെ പറയുകയാണ് അനിയത്തി. രേവതിയുടെ തലയില് അനിയത്തി പൂവെച്ച് കൊടുക്കുന്നത് കണ്ടുകൊണ്ട് സച്ചി അവിടേക്ക് വരുന്നുണ്ട്. പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് അവൾക്ക് നേരെ നീട്ടുകയാണ് സച്ചി. ഞാൻ എന്റെ ചേച്ചിക്ക് പൂവെച്ച് കൊടുത്തതിന് ഏട്ടൻ എന്തിനാ കാശ് തരുന്നേ? ഇതെനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ അത് വാങ്ങിയില്ല. ഇത് നീ പിടിക്കുമോളെ, വാങ്ങിക്ക്, ചേച്ചിക്ക് ഇങ്ങനെ പൂവെച്ച് കൊടുത്താലേ നിന്റെ ബിസിനസ് തകരും, ഇത് പിടിക്കുകയെന്ന് പറഞ്ഞ് സച്ചി അനിയത്തെ നിർബന്ധിച്ച് കാശ് കൊടുപ്പിക്കുകയാണ്. സദാനന്ദനും അവന്റെ ആൾക്കാരും ദൂരെ നിന്നും അവരെ കാണുന്നുണ്ടായിരുന്നു. സച്ചി എന്റെ മേൽ കൈവച്ചതിന് ഉടനെ തന്നെ അവനിട്ടൊരു പണി കൊടുക്കണമെന്ന് അയാൾ പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങളുടെ കാറിൽ ഞാൻ കയറിയ സച്ചിയേട്ടൻ എനിക്ക് കാശ് തരുമോ ഇതുപോലെ? അങ്ങനെ അനിയത്തി ചോദിക്കുമ്പോ അതിലെന്താ ഡൗട്ട്, ഉറപ്പായും ഞാൻ കാശ് വാങ്ങിക്കും, ഇപ്പോ നിന്റെ ശേഷിയും കൊണ്ട് ഞാൻ നാട് ചുറ്റട്ടെ എന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയും കൂട്ടി ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്.